വഴി നടത്തുന്നവർ. ഗുരു എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഇരുട്ടിനെ മാറ്റിത്തരുന്നത്. നമ്മൾ പലതരത്തിലുള്ള ഇരുട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ മുമ്പ് പറഞ്ഞ പോലെ അസ്വസ്ഥതകളാണ്. പലതരത്തിലുള്ള അസ്വസ്ഥതകൾ നമുക്കുണ്ട്. അസ്വസ്ഥതകളെയാണ് നമ്മൾ ഇരുട്ട്, അറിവില്ലായ്മകൾ നമുക്കുണ്ട്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ഒരു ചിന്തിക്കുന്ന ജീവിയല്ല. മനുഷ്യരിൽ ചിന്തിക്കുന്നവരുണ്ടെന്നേ ഉള്ളൂ. മനുഷ്യന് അവൻ്റെ ഇൻസ്റ്റിങ്ക്റ്റിനനുസരിച്ച് ജീവിക്കുന്ന ജീവിയാണ്, നാച്ചുറലായിട്ട്. ചിന്ത നമ്മൾ ഉണ്ടാക്കണം. ഇപ്പോൾ നമ്മൾ മുമ്പിൽ കുറേ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു എന്ന് കരുതാം. നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ നമ്മൾ എടുത്ത് അകത്താക്കും. നമ്മൾ ഇഷ്ടപ്പെട്ട രുചി തോന്നിയൊക്കെ കഴിക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പറയും, ഇത്ര കഴിക്കണ്ടായിരുന്നു, കുറച്ച് കൂടിപ്പോയി, എന്നാൽ ശരിക്കും ആവശ്യത്തിന് കഴിച്ചാൽ മതി. ആ സമയത്ത് കൊതിയിൽ ഞാനങ്ങ് കഴിച്ചു പോയി. ഭക്ഷണത്തിൻ്റെ കാര്യമാണ്. ഏറ്റവും പ്രാഥമികമായൊരു കാര്യത്തിൽ പോലും കൃത്യമായി തീരുമാനമെടുക്കാൻ കഴിയാത്ത ജീവിയാണ് മനുഷ്യൻ. മറ്റു ജീവികൾക്കൊന്നും ഈ പ്രശ്നമില്ല. അതുകൊണ്ട് മറ്റു ജീവികൾക്ക് ഗുരുക്കന്മാർ അധികം ആവശ്യമില്ല. ഭക്ഷണം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണം. അതുപോലും ഏത് ഭക്ഷണമാണ് ഞാൻ കഴിക്കേണ്ടത് എന്ന്, കൃത്യമായിട്ട് കഴിക്കേണ്ടതെന്നും എൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഭക്ഷണം എന്താണെന്നും ബ്രെയിനിന് അറിയില്ല. അത് താല്പര്യമുള്ളതൊക്കെ അടിച്ചോളാൻ പറയും നമ്മളോട്. നമ്മളതൊക്കെ പോയി കഴിക്കും. എന്നിട്ട് രോഗിയാവും, അസുഖം വന്ന് ചത്തുപോകും, പെട്ടെന്ന് രോഗിയായിട്ട് മരിക്കും. ഇവിടെ നമുക്ക് ആരോഗ്യപരമായ ഭക്ഷണം എന്താണെന്ന് പറഞ്ഞു തരാൻ നമുക്ക് സപ്പോർട്ട് ആവശ്യമാണ്. എന്ത് കഴിച്ചാൽ പ്രശ്നം ഉണ്ടാവും, എന്ത് കഴിച്ചാൽ പ്രശ്നം ഉണ്ടാവില്ല. പണ്ട് മനുഷ്യരിങ്ങനെ നടന്ന് പലതും കഴിച്ചു നോക്കി, ചിലതൊക്കെ കഴിച്ച് മരിച്ച്, ചിലതൊക്കെ കഴിച്ച് അസുഖം വന്നിട്ടാണ് ഇത് കഴിക്കരുത്, ഇത് വിഷമാണ്, ഈ പഴം കഴിക്കണം, ഈ പഴം കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞത്. മറ്റ് ജീവികൾക്ക് അത്ര പ്രശ്നമില്ലായിരുന്നു. അപ്പം പരിണാമപരമായിട്ട് നമുക്കൊരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ നാച്ചുറലായിട്ടുള്ള ഗുണം നമുക്ക് കുറവാണ്. ഇപ്പോൾ കുറേ ഭക്ഷണം ഒരു സ്ഥലത്ത് ഇട്ടിട്ട് ഒരു സിംഹക്കുഞ്ഞിനെ അവിടേക്ക് വിട്ടാൽ ആ സിംഹക്കുഞ്ഞ് കൃത്യമായിട്ട് അതിന് ആവശ്യമുള്ളത് കഴിക്കും. കുരങ്ങിനെ വിട്ടാൽ കൃത്യമായിട്ട് ആവശ്യമുള്ളത് കഴിക്കും. മനുഷ്യക്കുഞ്ഞിനെ വിട്ടാൽ ആദ്യം കയ്യിലിട്ടിയത് വായിലിടും. മറ്റൊരു ജീവി അങ്ങനെ ചെയ്യില്ല. കല്ലാണെങ്കിൽ കല്ല്, മലമാണെങ്കിൽ മലം എടുത്ത് വായിലിടും. നമ്മൾ കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ അയ്യോ നോക്കണിട്ടാ വല്ല കല്ലെടുത്ത് വായിലിടും എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്ന ഏക ജീവി മനുഷ്യനാണ്. അപ്പോൾ ഒരു പ്രാഥമികമായ ഏതൊരു ജീവിയിലും അടിസ്ഥാനപരമായി ഉറച്ചു കിട്ടേണ്ട ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പോലും കൃത്യമായി തീരുമാനം എടുക്കാൻ കഴിയാത്ത ജീവിയാണ് നമ്മൾ. ആരെങ്കിലും നമുക്കത് പറഞ്ഞു തരണം. അപ്പോൾ ഈ പാരൻറ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ജീവിയാണ് മനുഷ്യൻ. എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന്, എന്താണ് തിന്നേണ്ടത്, എങ്ങനെ ചിന്തിക്കണം, മനുഷ്യരോട് എങ്ങനെ പെരുമാറണം, ഇതൊക്കെ പഠിപ്പിച്ച് തന്നാൽ മാത്രമേ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റൂ. നമ്മൾ പറയില്ലേ, ഞാൻ അവിടെ പോകുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, അയാളോട് സംസാരിക്കുമ്പോൾ മര്യാദക്ക് ക്ഷമയോടെയും സമാധാനത്തിനും സംസാരിച്ചേക്കണം. ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ആദ്യം തന്നെ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന ആൾക്ക് ഒരു ജോലിയുടെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പോലും ആളുകൾ പഠിപ്പിച്ചു കൊടുക്കും. അവിടെ ചെന്നാൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ നിൽക്കണം എന്നൊക്കെ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വസ്ത്രം അടിക്കണമെങ്കിൽ ഇങ്ങനത്തെ വസ്ത്രമാണ് എനിക്ക് ചേരുക. ആരെങ്കിലുമൊക്കെ പറയുന്നത് എനിക്ക് ആ ടൈറ്റ് അത്ര പോരാ കേട്ടോ, കുറച്ച് ലൂസായാൽ കൊള്ളാം. ഇങ്ങനെ നമ്മൾ ചെറിയ പ്രായം മുതൽ നമ്മുടെ ജീവിതം എടുത്ത് നോക്കുക. എല്ലാ കാര്യത്തിലും നമുക്ക് അപ്പുറത്തിരിക്കുന്ന ഒരാളുടെ അറിവ് ആവശ്യമുണ്ട്. പലതരത്തിലുള്ള ഇരുട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം നമുക്കൊരാളെ കൊല്ലാൻ തോന്നിയാൽ ഉടനെ പോയി കൊല്ലാനാണ് ബ്രെയിൻ പറയുക. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾ പറയും, അല്ലെങ്കിൽ ചിന്ത പറയും, വേണ്ട കേട്ടോ കൊല്ലണ്ട, നീയും കൂടി അകത്താവും, പിന്നെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും, അതുകൊണ്ട് കുറച്ച് ക്ഷമിക്കുന്നത് നല്ലതാണ്. സ്നേഹമുള്ള ആൾ നമ്മളോട് നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ പെരുമാറിയാൽ നമ്മളങ്ങ് പൊട്ടിത്തെറിക്കും. എന്നിട്ട് നമ്മൾ തന്നെ തോന്നും, പൊട്ടിത്തെറിക്കണ്ടായിരുന്നു, എന്തൊരു കഷ്ടമാണ്. അപ്പം നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ശാരീരികമായും മാനസികമായും ബുദ്ധിപരമായും പലതരത്തിലുള്ള പ്രയാസങ്ങൾ, അറിവില്ലായ്മകൾ അനുഭവിക്കുന്ന തരത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതുകൊണ്ട് വൃത്തിയായിട്ട് ജീവിച്ച് സമാധാനത്തിൽ ജീവിച്ച് അനുഭവിച്ച മനുഷ്യരുടെ അവരുടെ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകളും അറിവുമൊക്കെ നമുക്ക് ആരോഗ്യപരമായിട്ട് ജീവിക്കാൻ ആവശ്യമാണ്. ആ അർത്ഥത്തിൽ എന്ത് തിന്നണം എന്ന കാര്യത്തിൽ തുടങ്ങി
സമാധാനപരമായിരിക്കാൻ എങ്ങനെ ചിന്തിക്കണം എന്ന കാര്യം വരെ നമുക്ക് പറഞ്ഞു തരാനുള്ള അറിവുള്ള, സമാധാനമുള്ള, അനുഭവമുള്ള മനുഷ്യരുടെ അറിവിൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ട്. അതിന് പറയുന്ന പേരാണ് ഗുരു.